കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ അടച്ചിടാനുള്ള തീരുമാനം യാത്രക്കാരെ ഗുരുതരമായി ബാധിക്കുമെന്ന ആക്ഷേപം. ഹജ്ജ് സീസണിൽ ഉൾപ്പെടെ വരുന്ന മെയ് മുതൽ ഭാഗികമായി റൺവേ അടച്ചിടാനാണ് തീരുമാനം. മഴക്കാലത്തിന് ശേഷമേ അറ്റകുറ്റപ്പണി നടക്കൂ എന്നിരിക്കെയാണ് 6 മാസം റൺവേ അടച്ചിടുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മെയ് 1 മുതൽ ഒക്ടോബർ 31 വരെ ഭാഗികമായി അടച്ചിടുന്നത്. ഇതോടെ വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ ഇറങ്ങാനാവില്ല. ചെറിയ വിമാനങ്ങളുടെ സർവീസ് നടത്താനാണ് എയർപോർട്ട് അധികൃതർ വിമാന കമ്പനികളോട് പറഞ്ഞിരിക്കുന്നത്. പല കമ്പനികൾക്കും ചെറിയ വിമാനങ്ങളില്ലാത്തതിനാൽ സർവീസ് പൂർണ്ണമായി നിർത്തേണ്ടി വരും. വിദ്യാലയങ്ങൾ അടയ്ക്കുന്ന തിരക്കേറിയ സമയത്താണ് ഈ അറ്റകുറ്റപ്പണി. കരിപ്പൂർ കേന്ദ്രീകരിച്ചാണ് ഹജ്ജ് ഹൗസ് പ്രവർത്തിക്കുന്നതെന്നിരിക്കെ സെപ്റ്റംബറിൽ നടക്കുന്ന ഹജ്ജ് യാത്രയെയും ഇത് ബാധിക്കും. തെരഞ്ഞെടുത്ത സമയം ഉംറ, ഓണം സീസൺ, ഹജ്ജിന്റെ എംബാർക്കേഷൻ പോയിന്റ് ഇവിടുന്ന് മാറ്റേണ്ടി വരും. മഴ കഴിഞ്ഞിട്ടാണ് അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നിരിക്കെ നേരത്തെ തന്നെ റൺവേ അടയ്ക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര പദവി നഷ്ടപ്പെടുമെന്ന് സംശയിക്കുന്നു. മാത്രമല്ല, ഈ സമയക്രമീകരണം കൊണ്ട് ചെറിയ എയർക്രാഫ്റ്റുകൾ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനെ പോലും ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. റൺവേ ബലപ്പെടുത്തുന്നത് മറ്റൊരു സമയത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.